നമസ്കാരം. 13 മാസത്തോളം അകലെയാണ് കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന കേരള ജനത ഇതിനോടകം തന്നെ അവരുടെ മനസ്സിൽ ആ ജനവിധി ഇപ്പോൾ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വോട്ട് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. അതോടൊപ്പം തന്നെ എല്ലാ മുന്നണികളും ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. CPM ആകട്ടെ അവരുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ CPM നേതൃത്വം ചില ഉറച്ച തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ MLA-മാർക്കും 2 തവണ അവസരം എന്ന തീരുമാനം നിർബന്ധമാക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെടും. 2016-ലും 2021-ലും കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി വരാൻ പോകുന്ന 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ആർക്കും വിട്ടുവീഴ്ചയില്ലെന്നും മത്സരിക്കാൻ കഴിയില്ലെങ്കിലും മുന്നണിയെയും പാർട്ടിയെയും പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുപ്രകാരം മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM-ന്റെ പ്രമുഖരായിട്ടുള്ള 22ഓളം MLA-മാർക്ക് അങ്ങനെ സീറ്റ് നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ തൃക്കരിപ്പൂരിൽ നിന്നുള്ള രാജഗോപാലൻ, അതുപോലെ മട്ടന്നൂരിലെ KK ശൈലജ, തലശ്ശേരിയിലെ സ്പീക്കർ ഷംസീർ, പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ, മാനന്തവാടി MLA OR കേളു, ആലത്തൂരിൽ നിന്നുള്ള KD പ്രസേനൻ, അതുപോലെ തന്നെ കുന്നംകുളം MLA ആയിട്ടുള്ള C മൊയ്തീൻ, കൊച്ചിയിലെ KJ മാക്സി, ആറന്മുളയിലെ വീണ ജോർജ്, കായംകുളം MLA U പ്രതിഭ, ഉടുമ്പൻചോലയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള MM മണി, കൊല്ലത്തെ MLA മുകേഷ്, ഇരവിപുരം MLA ആയിട്ടുള്ള നൌഷാദ്, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ വർക്കലയിൽ VS ജോയി, നെയ്യാറ്റിൻകരയിൽ അൻസലൻ, പാറശാലയിൽ ഹരീന്ദ്രൻ, വാമനപുരത്ത് DK മുരളി എന്നിങ്ങനെ 22ഓളം പ്രമുഖ CPM MLA-മാർക്കാണ് സീറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. 2021-ൽ പ്രമുഖരെ സഭയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുമുഖങ്ങളെ മുഴുവൻ മന്ത്രിയാക്കിയ CPM ഇത്തവണ പ്രമുഖരെയെല്ലാം തന്നെ പുറത്തു കളയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളെ ഇറക്കി മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം CPM-ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിനേക്കാളും പഴയ MLA-മാർ വീണ്ടും നിന്നാൽ ഇനി വോട്ട് കിട്ടുമോ എന്ന കാര്യവും CPM-നെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചില നീക്കങ്ങളും ഇതിലിപ്പോൾ വ്യക്തമായി നമുക്ക് കാണാനാകും. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ മേലുള്ള ഒരു വിശ്വാസം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഗോവിന്ദന് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. അതായത് എല്ലാ പ്രമുഖരും കളം വിട്ടു പോകേണ്ടി വരുമെങ്കിലും MP ഗോവിന്ദനാകട്ടെ MLA എന്ന നിലയിൽ തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കേണ്ടത് ഇനി 2ാം തവണയാണ്. അദ്ദേഹത്തിന് ഒരു തവണ കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത അത് ഗോവിന്ദനിൽ തന്നെ കാണുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയൊരു തവണ കൂടി പിണറായി വിജയൻ മത്സരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി നഷ്ടപ്പെടുകയും അത് ഗോവിന്ദനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ തുടർഭരണം ലഭിച്ചാൽ പ്രത്യേക ഇളവിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ വരുമ്പോൾ ഇതേ സാഹചര്യത്തിൽ എല്ലാ പ്രമുഖ നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ട് പകരം മരുമകൻ മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാനാണ് ഇങ്ങനെ 2 തവണ മാത്രമെന്ന നിയമം പാർട്ടിയിൽ ഇപ്പോൾ കർശനമാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. താൻ ആരോഗ്യത്തോടെ ഉണ്ടാകുമ്പോൾ തന്നെ മരുമകൻ റിയാസിനെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയാൽ തനിക്ക് സ്വസ്ഥമായി ഉറങ്ങാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. ഇനി ഭരണം ലഭിച്ചില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് എന്ന സുപ്രധാനമായിട്ടുള്ള ആ ഒരു പദവിയിലേക്ക് മരുമകൻ റിയാസിനെ പിടിച്ചിരുത്താൻ തന്നെയാണ് പിണറായിയുടെ മറ്റൊരു നീക്കം. അതാണ് ഒരു MLA 2 തവണ എന്ന നിയമം ഇപ്പോൾ പാർട്ടിയിൽ കർശനമാക്കുന്നത്. അതിൽ 22 പേരുടെ കാര്യം തൃശങ്കുവിലായാലും മരുമകൻ റിയാസിന്റെ തല സംരക്ഷിക്കാനാണ് പിണറായിയുടെ നീക്കം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.